എൻ്റെ കുഞ്ഞു പോയിട്ട് വർഷം 4 കഴിഞ്ഞു. അന്ന് മുതൽ ഞാൻ മുട്ടയിൽ നിന്ന് പ്രാർത്ഥിക്കുക. പിച്ച വെച്ചു നടന്നൊരാ നാളിലൻ കൊച്ചു കാതിലൻ അമ്മയുര ചെയ്തു, അച്ഛനില്ലിനി പൊന്നേ നമുക്ക്. നമസ്കാരം എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്പോട്ട്ലൈറ്റിൻ്റെ മനോഹരമായ ഒരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഈ സ്പോട്ട്ലൈറ്റിൻ്റെ എപ്പിസോഡ് മനോഹരമാക്കാൻ നമ്മളോടൊപ്പം കൂടെ എത്തിയിട്ടുള്ളത് സിനിമ സീരിയൽ രംഗത്ത് തൻ്റെതായ സ്ഥാനം ഉറപ്പിച്ച ഗോപാൽജി വടയാർ സാറാണ്. നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ ഇന്നത്തെ സ്പോട്ട്ലൈറ്റിലൂടെ ചോദിച്ചറിയാം. നമസ്കാരം സാർ, സ്വാഗതം സ്പോട്ട്ലൈറ്റിലേക്ക്. അപ്പോൾ എന്തായാലും വിശേഷങ്ങൾ ചോദിച്ചുകൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം. ഇപ്പോൾ അവസാനത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ പൗർണമി തിങ്കളായിരുന്നു അല്ലേ? ഏഷ്യാനെറ്റിലെ നമ്മുടെ കുടുംബ പ്രേക്ഷകരുടെ എല്ലാമായ പൗർണമി തിങ്കളിൽ നിന്ന് നമുക്ക് ചോദിച്ചു തുടങ്ങാം. പൗർണമി തിങ്കളിലേക്ക് എങ്ങനെയാണ് സാർ എത്തിയത്? പൗർണമി തിങ്കളിലേക്ക് എത്തിയത് ഞാൻ ആദ്യം ഏഷ്യാനെറ്റിൽ ഓട്ടോഗ്രാഫ് എന്ന് പറയുന്ന സീരിയൽ ചെയ്തായിരുന്നു. അതിൻ്റെ തിരക്കഥാകൃത്ത് അനിൽ ബാസ് എന്ന് പറയുന്ന പ്രശസ്തനായ ഒരു എഴുത്തുകാരനായിരുന്നു. അദ്ദേഹത്തിന് എൻ്റെ അഭിനയം ഇഷ്ടമായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ എപ്പിസോഡുകളിൽ എനിക്ക് കൂടുതൽ അവസരം തന്നാണ് ഞാൻ ഓട്ടോഗ്രാഫ്. അത് സംവിധാനം ചെയ്ത് സുജിത് സുന്ദർ എന്ന് പറഞ്ഞിട്ടുള്ള ഡയറക്ടറായിരുന്നു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മറ്റ് കഥകളിലൊക്കെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അതോടൊപ്പമാണ് ഈ ഏഷ്യാനെറ്റിൽ പൗർണമി തിങ്കൾ വരുന്നത്. പൗർണമി തിങ്കൾ ഡയറക്റ്റ് ചെയ്ത് എനിക്ക് വളരെ പ്രിയപ്പെട്ട എൻ്റെ പ്രിയങ്കരനായ മനോജ് പേയാടാണ്. എൻ്റെ ആ കഥാപാത്രത്തെക്കുറിച്ച് എനിക്ക് അദ്ദേഹം പറഞ്ഞു തന്നു. അദ്ദേഹത്തിൻ്റെ മനസ്സിലെ പോലെ അഭിനയിക്കാൻ എനിക്ക് കഴിഞ്ഞുവെന്ന് എനിക്കറിയില്ലെങ്കിലും നന്നായി ചെയ്തു എന്ന് തോന്നുന്നത് യാത്രകളിൽ നമുക്ക് ജനങ്ങളിൽ നിന്ന് കിട്ടുന്ന ഒരു സ്വീകരണമുണ്ട്. ഈ നാളുകളിൽ പോലും ഞാൻ ട്രിവാൻഡ്രത്ത് ചെല്ലുന്ന സമയത്ത്, ഞാൻ സിറ്റിയിൽ നിൽക്കുമ്പോഴും അല്ലെങ്കിൽ മാർക്കറ്റിലേക്ക് മാറുന്ന സമയത്തും എവിടെ ചെന്നാലും നമ്പീശനല്ലേ എങ്ങനെ ചോദിക്കാറുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി ഞാൻ വടയാർ എൻ്റെ ഗ്രാമത്തിൽ മാത്രമല്ല ഈ നമ്പീശനായിട്ട് അവരുടെ ഹൃദയത്തിൽ ജീവിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ സീരിയൽ രംഗത്തുള്ള എല്ലാവരും തന്നെ എനിക്ക് ചെയ്യാവുന്ന സഹായങ്ങൾ, അത് ഞാൻ അങ്ങനെ പറയത്തുള്ളൂ, എനിക്ക് അഭിനയ രംഗത്തേക്ക് വരുവാനായിട്ട് ഒരുപാട് ഉപകാരമായിട്ട് എൻ്റെ കൂടെ ചെയ്തിട്ടുണ്ട്. അതെ. അപ്പം എനിക്കത് അങ്ങനെയാണ് പൗർണമി തിങ്കളിലേക്ക് ഞാൻ വരാനുള്ള കാരണം. ഓക്കെ, അപ്പൊ ഈ പൗർണമി തിങ്കൾ എന്ന് പറഞ്ഞ സീരിയലിൽ നമ്പീശൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ആയിരുന്നു. ഇപ്പൊ ഞാൻ കണ്ടെടുത്തോളം ആ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ കുറച്ചധികം കൊമേഡിയൻ ആയിട്ടുള്ള ഒരു വില്ലൻ തന്നെയായിരുന്നു അല്ലേ? അപ്പോൾ ആ ഒരു ക്യാരക്ടറിനെ കുറിച്ച് സാറിന് പറയാം? തീർച്ചയായിട്ടും പറയാൻ പറ്റും. ഈ നമ്പീശൻ എന്ന് പറയുന്ന ആള് ആദ്യത്തെ എപ്പിസോഡുകളിലൊക്കെ വന്നപ്പോൾ ഈ തലമുടിയൊക്കെ ഇങ്ങനെ പകത്ത് വെച്ചിട്ട് ഒരു സ്റ്റൈലിലായിരുന്നു. എന്നിട്ട് ഒരു ചന്ദനക്കുറിയൊക്കെ തൊട്ട് ഒരു മനുഷ്യനായിരുന്നു. നമ്പീശന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് വേറൊരാളുടെ കയ്യിൽ നിന്ന് എങ്ങനെയെങ്കിലും 10 പൈസ വാങ്ങിച്ചെടുക്കുക, പിന്നെ അവരുടെ കൂടെ നിന്ന് അവരെ സഹായിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഈ പുള്ളിയുടെ ഒരു ശരീരത്തിന്റെ ഒരു ഭാഷ എന്ന് പറയുന്നത് ഈ അനങ്ങുമ്പോഴും നടക്കുമ്പോഴൊക്കെ ഒരു സാധാരണ പുരുഷന്മാർ കാണിക്കുന്ന ഒരു ശാരീരിക രീതിയിലായിരുന്നില്ല നമ്പീശന്റെ ഒരു രീതി. അതെന്നോട് അദ്ദേഹം അഭിനയിക്കുമ്പോഴും പറഞ്ഞത് നല്ല വഴുകി അഭിനയിക്കണമെന്ന് പറഞ്ഞായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ ഒരു എന്താ പറയാ, ഒരു പുരുഷത്വം കാണിക്കാത്ത ഒരു വില്ലൻ വേണം പറയാം, അങ്ങനത്തെ ഒരു ക്യാരക്ടറായിരുന്നു. പിന്നെയുള്ള വിഷയം എന്ന് പറഞ്ഞാൽ ആ ക്യാരക്ടർ എപ്പോഴും തല്ലി മേടിക്കാനും ഇടി മേടിക്കാനും അതിങ്ങനെ ഒരു സാഹചര്യമാണ്. അപ്പം നമ്പീശിനെ കുറിച്ച് പറയാനുള്ളത്, അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തോന്നിയ ഒരു ക്യാരക്ടർ നമുക്ക് പുറത്തു കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളതിൽ എനിക്ക് സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും. ഇപ്പം ഈ നമ്പീശിനെ കുറിച്ച് പറയുകയാണെങ്കിൽ റിയൽ ലൈഫിൽ സാറുമായിട്ട് എന്തെങ്കിലും മാച്ച് ഉണ്ടോ? ഇല്ല, ഒരു മാച്ച് ഒന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് സിനിമയിൽ കുറേ ആൾക്കാരെ എനിക്കറിയാം. ഞാൻ പേരെടുത്ത് പറയാത്തതാണ്. അപ്പോൾ ഒരു സീനിൽ എന്നോട് പറഞ്ഞ് പാട്ട് സീനിൽ അഭിനയിക്കണം, അതുകൊണ്ട് എല്ലാവരുടെയും കയ്യിൽ ഇങ്ങനെ മദ്യചഷകം കാണുമെന്ന് പറഞ്ഞു. ഒരു പ്രശസ്തനായ നടൻ്റെ കൂടെ തന്നെയാണ്. ഞാൻ പറഞ്ഞു മദ്യം കഴിക്കുന്ന സീൻ പോലും ഞാൻ അഭിനയിക്കില്ല എന്ന് പറഞ്ഞു. കാരണം എന്നാ വെച്ചാൽ റിയൽ ലൈഫിൽ ഞാൻ ഇന്നുവരെ മദ്യം കഴിച്ചിട്ടില്ല, ഞാൻ സിഗരറ്റ് വലിച്ചിട്ടില്ല. അങ്ങനെയുള്ള ഇതിനോടൊന്നും എനിക്ക് യോജിപ്പില്ല. അതിനകത്ത് 2 കാര്യങ്ങളുമുണ്ട്. ഒന്ന്, ഭഗവത്ഗീത വായിക്കുമ്പം ഗാത്രം ക്ഷേത്രമാണെന്നാണ് പറയുന്നത്, ശരീരമാണ് അമ്പലമെന്നാണ് പറയുന്നത്. അതേസമയം ബൈബിൾ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാകുന്നു, ദൈവത്തിൻ്റെ മന്ദിരത്തെ നശിപ്പിക്കുന്നവരെ ദൈവം നശിപ്പിക്കുമെന്നും ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ശരീരഭാഷയിൽ നമ്മൾ നമ്പീശനായപ്പോഴും അല്ലെങ്കിൽ മദ്യത്തിൻ്റെ കൂടെ മദ്യം കഴിച്ച് അഭിനയിക്കണമെന്ന് പറയുമ്പോഴും എൻ്റെ യഥാർത്ഥ മനുഷ്യൻ ഇതിനോടൊന്നും യോജിക്കുന്ന ആളല്ല. അപ്പം നമ്പീശന്റെ വളഞ്ഞ വഴുകിയ ക്യാരക്ടർ നമ്മുടെ വ്യക്തി ജീവിതത്തിലില്ല. ഓക്കെ, ഇപ്പൊ ഈ പൗർണമി തിങ്കളെ കുറിച്ച് പറയുകയാണെങ്കിൽ വലിയൊരു താരനിര തന്നെയാണ് അതിനകത്ത് ഉണ്ടായിരുന്നത്. നമ്മുടെ ദേവിചന്ദന ഉൾപ്പെടെ. എനിക്ക് തോന്നുന്നു ദേവിചന്ദന മാമുമായിട്ടാണ് സാർ കൂടുതൽ കോമ്പിനേഷൻ സീൻസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് പങ്കുവയ്ക്കാമോ?
ദേവി ചന്ദന എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞ ഒരു തികഞ്ഞ ആർട്ടിസ്റ്റാണ്. പറയാതിരിക്കാനാവില്ല. കാരണം ഞങ്ങൾ ഒരുപാട് ദിവസങ്ങൾ, ഒത്തിരി മാസങ്ങളെ ആ സീരിയലിൽ അഭിനയിക്കാൻ പറ്റിയിട്ടുണ്ട്. ഞാൻ ഈ പട്ടിക്ക് എന്ന് പറഞ്ഞാൽ പട്ടി കടിക്കാതിരിക്കാൻ വേണ്ടി അവിടെ കൊണ്ട് ഈ പട്ടി ബിസ്ക്കറ്റ് കൊണ്ട് വയ്ക്കുന്നുണ്ട്. പക്ഷേ ഈ ദേവി ചന്ദന ഇത് അറിയാതെ ഈ പട്ടി ബിസ്ക്കറ്റ് എടുത്ത് കഴിക്കുന്ന ഒരു സീനുണ്ട്. ഇപ്പോൾ രാത്രി 11 മണിക്ക് നമ്പീശന വീട്ടിൽ വരും. വരുന്നത് ഈ കൊച്ചിനെ അടിച്ചു മാറ്റുന്നതിനും അവിടുത്തെ ഈ പൗർണമിയുടെ ജാരനെ കണ്ടെത്തുന്നതിനും വേണ്ടിയാണ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് ഇത് അറിയാൻ പറ്റും. അവര് കണ്ട സീനുകളാണ്. ഇവര് പൂന്തോട്ടം വഴി നടന്നു വരുമ്പോ ഈ ബിസ്ക്കറ്റ് ഇരിക്കുന്നു ഒരു പാത്രത്തില്, എടുത്തു നോക്കി, ആ കൊള്ളാം, കഴിക്കുക. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ വീണ് പോകുന്നതായിട്ടാ. ഇങ്ങനെ വീണ് പോയി പട്ടി ബിസ്ക്കറ്റ് കഴിച്ച് അതിനകത്ത് വിഷാംശമുണ്ട്. അപ്പൊ ഇങ്ങനെ മയങ്ങി കിടക്കുകയാണ്. ഈ സമയത്ത് ഞാൻ കടന്നു വരുക. അവിടെയൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അഭിനയിക്കുകയല്ല. ദേവി ചന്ദന എന്ന് പറഞ്ഞാൽ ദൈവം കഴിവ് കൊടുത്ത, ദൈവം അനുഗ്രഹിച്ച ഒരു ആർട്ടിസ്റ്റ് തന്നെയാണ്. മാത്രമല്ല ആ ജാടയൊന്നുമില്ല. ചിലരൊക്കെ എന്ന് പറഞ്ഞാൽ 1-2 സീരിയലിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ എല്ലാവരെയും കാണുന്നില്ല. പലർക്കും, ഞാൻ പേരെടുത്തൊന്നും പറയുന്നില്ല, പലർക്കും അവരുടെ ആ വന്ന വഴി മറന്ന് സംസാരിക്കുന്നവരെയും കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ചന്ദനയെക്കുറിച്ച് ചോദിച്ചുകൊണ്ട് എനിക്ക് അഭിമാനത്തോടെ പറയാം, നല്ലൊരു തികഞ്ഞ ആർട്ടിസ്റ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആ ഭാഗം വിടുകയാണ്. ഓക്കെ. അപ്പോൾ ഈ ഒരു പൗർണമി തിങ്കൾ ക്രൂ എന്ന് പറയുന്നത് വലിയൊരു ക്രൂ തന്നെയാണല്ലോ. ഇത്രയും എനിക്ക് തോന്നുന്നു 500-ൽ കൂടുതൽ എപ്പിസോഡ്സ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ക്രൂവിനൊപ്പം ഉണ്ടായിരുന്ന എക്സ്പീരിയൻസ്, എല്ലാവരുമായിട്ടുള്ള എക്സ്പീരിയൻസ് എന്ന് പറയും. ഒരു നല്ല ചോദ്യമാണ്. ഇപ്പം എൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ, ഞാൻ ഇപ്പോൾ രാവിലെ 6 മണി 6:30 ആകുമ്പോൾ താഴെ വണ്ടി വരും. റൂമിൽ നമ്മൾ റെഡിയായി വന്ന് വണ്ടിയിൽ കയറുന്നു. ലൊക്കേഷൻ എവിടെയാണെന്ന് ചോദിക്കും. ഇപ്പോൾ ഇന്ന സ്ഥലത്താണെന്ന് പറയും. അവിടെ പോകും. പിന്നെ ഞാൻ കൂടുതൽ വായിക്കുന്നയാളാണ്. അപ്പം എല്ലാവരുമായിട്ട് എനിക്ക് അവിടെ എൻ്റെ കൂട്ടത്തിൽ വർക്ക് ചെയ്ത കോസ്റ്റ്യൂമർ, മേക്കപ്പ് മാന്, ക്യാമറമാന്, ഡ്രൈവേഴ്സ്, ഇങ്ങനെയുള്ള ആൾക്കാരുണ്ട്. അവരൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ സുഹൃത്തുക്കളെ പോലെയായിരുന്നു. ഇന്നും അത് വർക്ക് തീർന്നിട്ട് കുറേ ആയെങ്കിൽ പോലും എല്ലാവരും ഒന്നും എനിക്ക് മെസ്സേജ് അയക്കും. കോമഡികളും ഒക്കെ ഉണ്ട്. അങ്ങനെ ഒരു രസകരമായ ഒരു സാഹചര്യത്തിലൂടെയാണ് ആ ക്രൂവിൽ നമ്മൾ ജീവിച്ചു പോകുന്നത്. ഇപ്പോൾ സാറിനോട് പറഞ്ഞു, നേരത്തെ ടൗണിലൊക്കെ ചെന്നിരിക്കുമ്പോൾ നമ്പീശനല്ലേ എന്ന് ചോദിച്ച് ഒത്തിരി പേര് വരുന്നത്. ആ ഒരു സമയം, അതായത് ഇപ്പോൾ നമ്മളെ മറ്റുള്ളവർ തിരിച്ചറിയുന്നുണ്ടല്ലോ എന്ന് തോന്നുമ്പോണ്ടാകുന്ന ആ ഒരു സന്തോഷത്തെ കുറിച്ച് പങ്കുവയ്ക്കാം. തീർച്ചയായിട്ടും അതൊക്കെ വലിയ കാര്യമാണ്. കാരണം എന്താ വെച്ചാൽ എൻ്റെ ബാല്യത്തിലും എനിക്ക് തലയ്ക്കകത്തൊരു ശകലം കലയുണ്ടായിരുന്നു. അപ്പൊ ഈ പുറത്ത് നിൽക്കുമ്പോൾ എടുക്കാമെന്നുള്ള ചോദ്യത്തിൽ എങ്ങനെയാണ് അവർ നമ്പീശൻ എന്ന് പറഞ്ഞ ആളെ തിരിച്ചറിയുമ്പോൾ, അപ്പം സിനിമയിലോ സീരിയലിലോ വരാൻ കഴിയാത്ത വിധമുള്ള ഒരു ശാരീരിക അവസ്ഥയാണ്, മാനസിക അവസ്ഥയാണെന്ന് വെച്ചിരുന്ന ഒരു കാലഘട്ടം, നിരാശയുടെ കാലഘട്ടം, ബാല്യത്തിന്റെ കാലഘട്ടം, അത് പറയാനുണ്ട്. അങ്ങനെ ഇരുന്ന് ആർക്കും വേണ്ടാതെ ഒരു കാട്ടുപൂ പോലെ കിടന്ന എന്നെ ഒരിടത്ത് ചെന്ന് നിൽക്കുമ്പോൾ ഇതേടെ നമ്പീശൻ നിൽക്കുന്നു, ഇതേടെ പുഷ്പൻ, ഇങ്ങനെയൊക്കെ. ഒരിക്കലും ഞാൻ ഓട്ടോഗ്രാഫ് സീരിയൽ അഭിനയിച്ചിട്ട് പോകുന്ന സമയത്ത് ചാലക്കമ്പോളത്തിൽ വെച്ചിട്ട് എന്നെ കുറച്ച് പിള്ളേർ വളഞ്ഞു. വൈകുന്നേരം ഞാനും എൻ്റെ കൂട്ടുകാർ സുബ്രഹ്മണ്യം എന്ന് പറഞ്ഞ് അഭിനയിക്കുന്ന എൻ്റെ കൂട്ടുകാരനുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒന്നിച്ച് പഴം മേടിച്ചിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കും ചാലയിലെ കുറച്ച് പിള്ളേർ ചോദിച്ചു, കാശ് തന്നാൽ എന്ത് പോക്കരത്തിലും ചെയ്യൂടാ ചോദിച്ചു. എനിക്കാദ്യം മനസ്സിലായില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ ടീച്ചറിൻ്റെ റൂമിൽ കൊണ്ടുപോയിട്ട് ഈ കഞ്ചാവ് വയ്ക്കുക ആ ഓട്ടോഗ്രാഫ് സീരിയൽ. അത് കഴിഞ്ഞ് പറഞ്ഞു, ചേട്ടാ നന്നായിട്ടുണ്ട് കേട്ടോ, സൂപ്പറായിട്ടുണ്ട്, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ടാണ്. അങ്ങനെ ഒരു ഗ്രാമത്തിൻ്റെ കോണിൽ ആർക്കും വേണ്ടാതെ ഒരു വിധവയുടെ കൈക്കീഴിൽ വളർന്ന്, എൻ്റെ അമ്മ ഭർത്താവ് അച്ഛൻ മരിച്ചിട്ട് ഞങ്ങൾ ജീവിക്കാൻ ഭയങ്കര കഷ്ടപ്പെട്ട സമയമാണ്. അവിടെ നിന്നൊക്കെ കടന്നു പോകുന്നിടത്തെല്ലാം തന്നെ തിരിച്ചറിയുന്നൊരവസ്ഥയിലേക്ക് വരുമ്പം ആദ്യം ഞാൻ ഇപ്പോഴും എന്നും ഞാൻ നസീർ സാറിനെ ഓർക്കും. കാരണം അദ്ദേഹത്തിൻ്റെ ആ ഒരു ഡെഡിക്കേഷൻ, അദ്ദേഹം ജനങ്ങളോട് കാണിച്ചിരിക്കുന്ന കാര്യങ്ങൾ, അതൊക്കെ വെച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തെ പോലെ ആയില്ലെങ്കിലും എന്നെയും തിരിച്ചറിയുന്നല്ലോ എന്നൊരു സംഭവം ഉണ്ടാവും. പിന്നെ കയറി ഒന്ന് പറയുകയാണ്, അദ്ദേഹത്തെ ഞാൻ ബഹുമാനിക്കുന്നതിന് വേറൊരു കാരണവും കൂടിയുണ്ട്. അപ്പോൾ ഈ ഒരു ഇൻ്റർവ്യൂവിൽ അത് പറയുന്നത് വേറെ ചിലർക്ക് പ്രയോജനപ്പെട്ടേക്കാം, അതുകൊണ്ട് മാത്രമാണ്. ഞാൻ ഒരിക്കൽ ഈ പ്രേം നസീറിനെയും കൊണ്ട് യാത്ര ചെയ്തുകൊണ്ടൊന്ന് ഡ്രൈവറെ പരിചയപ്പെട്ടു, വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, നസീർ സാറിനെ കുറിച്ച് എന്താ പറയാനുള്ളതെന്ന് ചോദിച്ചു. അന്നേരം അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്. കാര്യം ഇതാണ്, ഞാൻ എൻ്റെ മോളുടെ വിവാഹത്തിന് വേണ്ടിയിട്ട് വല്ലാതെ കഷ്ടപ്പെടുന്ന സമയം. അപ്പോൾ വണ്ടി ഓടിച്ച് ഒരു വടക്കൻ പാട്ടിൻ്റെ ചിത്രീകരണം നടക്കുകയാണ്. അപ്പോൾ സ്റ്റുഡിയോയിൽ കൊണ്ട് നസീർ സാറിനെ ഇറക്കിയപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് മാറ്റിയാണ് പറയുന്നത് കേട്ടോ. അങ്ങനെ അദ്ദേഹത്തിൻ്റെ പേര് ബാബു എന്നായിക്കൊള്ളട്ടെ. ബാബു എന്താ വിഷമിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ ഡ്രൈവറോട്, ഡ്രൈവർ ഒന്നുമില്ല സാർ എന്ന് പറഞ്ഞു. അല്ല, എന്നും ഞാൻ കാണുന്നതല്ലേ, അപ്പം എന്തോ കാര്യമുണ്ടല്ലോ എന്ന് പറഞ്ഞു. ഒന്നുമില്ല സാർ എന്ന് പറഞ്ഞു. അടുത്ത സംഭവം, അന്ന് വൈകുന്നേരം ഞാൻ പറയാം സാർ എന്ന് പറഞ്ഞിട്ട് ഈ ബാബു പറയുകയാണ്, മോളുടെ കല്യാണം 10,000 രൂപ വേണം. അന്നത്തെ കാലത്ത് 10,000 രൂപ വേണം. എൻ്റെ കയ്യിൽ ഒന്നുമില്ല സാർ എന്ന് പറഞ്ഞു. ഉടനെ ശരി
പോട്ടെ, വണ്ടി പോയി. പിറ്റേ ദിവസം രാവിലെ വന്നപ്പം 10,000 രൂപയുടെ ഒരു ചെക്ക് എഴുതി പ്രേം നസീർ സാറ് ഈ ബാബുവിന് കൊടുത്തിട്ട് 2 കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു എന്നാണ് പറയുന്നത്. അതാണ് എന്നെ പുളകം കൊള്ളിക്കുന്നത്. ഇൻസ്പിറേഷൻ. അത് ഒന്നാമത്തെ കാര്യം, ബാബു മദ്യപിക്കാറുണ്ട്? ഉണ്ട് സർ. ബാബു മദ്യം കഴി നിർത്തണ്ട. എത്ര സെന്റ് സ്ഥലമുണ്ട്? 60 സെന്റ് സ്ഥലമുണ്ട്. അപ്പോൾ ബാബു മദ്യം കഴി നിർത്തണ്ട, പക്ഷെ ഒരു ഉപകാരം ചെയ്യണം എന്നെ ഓർത്തിട്ട്. അവിടെ ഇഷ്ടംപോലെ സ്ഥലമുണ്ടല്ലോ, എന്നും മദ്യം വാങ്ങിക്കുമ്പോൾ ഒരു തെങ്ങിന്റെ തൈ വാങ്ങിച്ച് എൻ്റെ പേരിൽ നിന്റെ പറമ്പിൽ വയ്ക്കണം കേട്ടോ എന്ന് പറഞ്ഞു. അപ്പം എന്നും കുപ്പി മേടിക്കുന്ന കൂട്ടത്തിൽ നസീർ സാർ 10,000 രൂപ കൊടുത്തില്ലേ, അപ്പോൾ ഈ തൈ കൊണ്ട് വയ്ക്കണമെന്ന് പറഞ്ഞു. ഞാൻ കാണുന്ന സമയത്ത് അദ്ദേഹം പറയുന്നു, അന്ന് നസീർ സാർ തന്ന ആ ഉപദേശപ്രകാരം ഞാൻ തെങ്ങും തൈ വെച്ചിരുന്നു, ആവശ്യം പോലെ തേങ്ങായിട്ട് ഞാൻ ജീവിക്കുന്നുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ അത്രയും വർഷം മുമ്പ് പറഞ്ഞതാണ്. അപ്പോൾ എൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ ഇത് എടുത്തു പറയാനുള്ള കാരണം, നമ്മൾ മറ്റുള്ളവർക്ക് തണലാകുന്നില്ല എങ്കിൽ നമ്മുടെ ജീവിതം ശരിക്കും വ്യർത്ഥമാണ്. ഒരുപാട് പേരുടെ എല്ലാം ഉള്ളവരുടെ കൂട്ടത്തിൽ നടക്കുന്നതിനേക്കാൾ നല്ലത് ഇല്ലാത്തവൻ്റെ കൂട്ടത്തിൽ മനസ്സും സമയവും സ്പെൻഡ് ചെയ്താൽ അത് ഭൂമിയിൽ നമുക്ക് നടക്കാൻ അവസരം തന്ന ദൈവത്തിൻ്റെ മുമ്പിൽ ഒരു നീതിയായിരിക്കും എന്നാണ് എൻ്റെ കാഴ്ചപ്പാട്. ഇപ്പൊ സാറ് പറഞ്ഞു 20 വർഷത്തോളമായിട്ട് കലാസാഹിത്യ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളാണ്. അപ്പോൾ ആദ്യ ചുവടുവെപ്പ് എന്ന് പറയുന്നത് എന്തായിരുന്നു? അതിൽ എങ്ങനെയായിരുന്നു ഈ ഒരു കലാരംഗത്തിലേക്ക് കടന്നു വന്നതെന്ന് സാറിന് ഓർത്തെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. ഞങ്ങൾ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ജീവിച്ചു വന്നവരാണ്. എൻ്റെ അമ്മയ്ക്ക് ക്ഷേത്രത്തിൽ ജോലി ഉണ്ടായിരുന്നു. അപ്പോൾ ക്ഷേത്രത്തിൽ എൻ്റെ ബാല്യം തൊട്ട് അമ്മയുടെ കൈപിടിച്ച് ഞാൻ കടന്നു പോകുമ്പോൾ അവിടെ ഈ ബാലെ അങ്ങനെ പല പരിപാടികൾ, ഡാൻസ്, നൃത്തങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ കേട്ടും കണ്ടും വളർന്ന ഒരാളാണ് ഞാൻ. അപ്പം അതിനകത്തൊക്കെ മെയിൻ ക്യാരക്ടേഴ്സ് ചെയ്യുന്ന ആൾക്കാരെ ഈ ഓഡിയൻസ് ഉണ്ടല്ലോ, ഹർഷാരവും മുഴക്കവും സൂപ്പർ എന്നൊക്കെ അന്ന് കൊള്ളാം എന്നൊക്കെ വിളിച്ച് പറയുമായിരുന്നല്ലോ. അപ്പം ഇതിൽ എന്നിലെ സ്വാർത്ഥതയാണോ എനിക്കിതിലേക്ക് അടുക്കാനൊരു കാരണമെന്ന് എനിക്കറിയില്ല. അപ്പം മറ്റുള്ളവർക്ക് കിട്ടുന്ന അംഗീകാരങ്ങളിൽ എനിക്കും അവിടെ എത്തിച്ചേരണമെന്നൊരു തോന്നൽ എൻ്റെ മനസ്സിലുണ്ടായിട്ടുണ്ട്. അപ്പം അങ്ങനെയാണ് ഞാൻ ഈ കലാരംഗത്തേക്ക് വന്നതും. പിന്നെ എന്ത് കണ്ടാലും എഴുതും, അന്നും ഇന്നും എന്നും. എഴുതുന്നതിനകത്ത് എന്തെങ്കിലും ഒരു കാര്യവും ഉണ്ടാവും. ഇപ്പൊ നമുക്കറിയാം, ഈ സീരിയൽ എന്ന് പറയുന്നത് മെയിനായിട്ട് കേന്ദ്രീകരിച്ച് ഇറങ്ങുന്നത് നമ്മുടെ വീട്ടമ്മമാർക്ക് വേണ്ടിയിട്ടായിരുന്നു. എന്നാൽ ഒരു സമയത്ത് വീട്ടമ്മമാര്, സ്കൂൾ കുട്ടികൾ, അതുപോലെ കോളേജ് കുട്ടികൾ, യുവാക്കളെ എല്ലാം ആകർഷിച്ച ഒരു സീരിയലായിരുന്നു സാർ പറഞ്ഞ നമ്മുടെ ഓട്ടോഗ്രാഫ്, 5 ഫിംഗേഴ്സിന്റെ കഥ. ഓക്കെ, അതിനകത്ത് ആ ഒരു സമയത്ത് എക്സ്പീരിയൻസ് ഒന്ന് പങ്കുവെക്കാമോ? 5 ഫിംഗേഴ്സ് എന്ന് പറയുന്ന കുട്ടികളുടെ സീരിയലായി. കുട്ടികളിലൂടെ കടന്നു പോകുന്ന അവരനുഭവിക്കേണ്ടി വരുന്ന സംഘർഷങ്ങളും കുട്ടിക്കാലത്ത് തന്നെ അവരിലുണ്ടാകുന്ന ഫൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അതെ. അത് കഴിഞ്ഞിട്ട് അവർ കോളേജിലേക്ക് വന്നു. കോളേജിലേക്ക് വരുന്ന സമയത്ത് തൊട്ടാണ് ഞാൻ വരുന്നത്. പക്ഷെ അവിടെയൊക്കെ ഈ ഇന്നത്തെ കുട്ടികൾ ചെയ്യുന്നത് അതിൻ്റെ ഒരു 10-20 ഇരട്ടി ഉയരത്തിലേക്കാണ്. എന്ന് പറഞ്ഞാൽ ഈ പ്രതികാരവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പോകുന്ന ഒരു സാഹചര്യമായിരുന്നു. അപ്പോൾ ഞാൻ അതിനകത്ത് സ്കൂളിൽ പ്യൂണായിട്ടായിരുന്നു അഭിനയിച്ചത്. അവിടെയും എനിക്ക് ചെയ്യാൻ ധാരാളം ഉണ്ടായിരുന്നു. അന്ന് ഞാൻ ഈ അനിൽ ബാസിനെ നേരിട്ട് കണ്ടിട്ടില്ല. പക്ഷെ എനിക്ക് വേണ്ടി ഡയറക്ടർ സുജിത് സുന്ദറാണ് അദ്ദേഹത്തോട് റെക്കമെൻഡ് ചെയ്തത്. പിന്നെ ഇങ്ങനെ പോവാണ്. അങ്ങനെയായിരുന്നു. അതെ അതെ. ഓക്കെ, അപ്പോൾ ഈ ഇതിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്ന നമുക്കറിയാം 5 ഫിംഗേഴ്സിൽ ഒരാൾ നമ്മളോടൊപ്പം ഇപ്പം ഇല്ല. അപ്പോൾ ബാക്കിയുള്ളവരെ എവിടെയെങ്കിലും വെച്ച് കാണാറുണ്ടായിരുന്നോ സാറ്? ഇല്ല, അതിനകത്ത് എന്നെ സുബ്രഹ്മണ്യ മാത്രമാണ് ഇടയ്ക്ക് വിളിക്കാറുള്ളത്. പുള്ളി ഒരു നല്ല ആർട്ടിസ്റ്റ് ആയിരുന്നു. ഇപ്പോൾ അവരൊക്കെ വലിയ വലിയ നിലകളിൽ ചലച്ചിത്ര രംഗത്ത് തന്നെ നിൽക്കുന്നവരുണ്ട്. അവരിൽ ചിലരൊക്കെ ഉണ്ട്. കാരണം അവരുടെ അതിനകത്ത് നായികയായിട്ട് അഭിനയിച്ച പെൺകുട്ടിയൊക്കെ അവരൊക്കെ ഇപ്പോൾ ചലച്ചിത്ര രംഗത്തേക്ക് കടന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പൊ അവര് ചലച്ചിത്ര രംഗത്ത് മുൻനിരയിൽ നിൽക്കുന്ന ആൾക്കാരിൽ പലരും ഉണ്ട്. അപ്പൊ അവരെ കുറിച്ച് ഇപ്പൊ മനസ്സിൽ എന്താണ് സാറിന് തോന്നുന്നത്? അന്ന് സാറ് കാണുമ്പോൾ അവർ വളരെ ചെറുതായിരുന്നു, ഇപ്പൊ വലുതായി കുട്ടിത്തങ്ങളൊക്കെ മാറി ഇപ്പൊ അവരുടേതായ ഒരു സ്പേസിൽ അവർ നിൽക്കുക. അപ്പോൾ കാണുമ്പോൾ എന്താണ് സാറിന് തോന്നുന്നത്? എനിക്ക് അഭിമാനം തോന്നുന്നു. കാരണം എന്താ വെച്ചാൽ ഞാനിങ്ങനെ ചിലപ്പോൾ ചിന്തിക്കുമ്പോൾ ഈ വനത്തിൽ ഒരുപാട് വൃക്ഷങ്ങളുണ്ടല്ലോ, അപ്പോഴാണല്ലോ വനമാകുന്നത്. ഇതിൽ നിന്ന് ചിലത് വെട്ടിയെടുക്കും. അപ്പൊ ചിലത് കൊണ്ട് അമ്പലം പണിയും, ചിലത് കൊണ്ട് ബാത്റൂം പണിയും. വൃക്ഷം ഒന്ന് തന്നെയാണ്. ഈ തെരഞ്ഞെടുപ്പുണ്ടല്ലോ എന്ന് പറഞ്ഞ പോലെ ദൈവം ചിലരെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് തന്നെ ദൈവം ചിലരെ കണ്ടിട്ടുണ്ട്. അവരെ ആ പദ്ധതി തീരുന്നത് വരെ അവർ മരിക്കത്തില്ല. ആന കുത്തിയാലും അവർ മരിക്കത്തില്ലെന്ന്. അപ്പോൾ ചിലരൊക്കെ ചില ഒരു മുത്തായിട്ട് വീഴുന്നവരാണ്, അവർ തിരഞ്ഞെടുക്കപ്പെടുന്നവരാണ്. അപ്പോൾ സ്വാസികയും ഞാനുമായിട്ട് ഒന്നിച്ച് ഒരുപാട് എപ്പിസോഡ് അഭിനയിച്ചതാണ് സീത. അപ്പോൾ ഇന്ന് സ്വാസികയുടെ റേഞ്ച് എന്ന് പറഞ്ഞാൽ അന്നത്തെ റേഞ്ച് അല്ല. ഞങ്ങൾ തമ്മിൽ വിളിക്കാറില്ല. ഇന്നാളെ ഞാനൊരു ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ടൊന്ന് വിളിച്ചിരുന്നു. അവർക്ക് വരാൻ കഴിഞ്ഞില്ല. പക്ഷേ ഒരു ലൊക്കേഷനിലും ആരുമായിട്ടൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതെ പോകുന്നൊരു വ്യക്തിയാണ് ഞാൻ. അപ്പം അവരുടെ താങ്കളുടെ ചോദ്യത്തിൻ്റെ മറുപടിയായിട്ട് ഇതുപോലെയുള്ള ആൾക്കാർ വളർന്നു വരുമ്പോൾ
സത്യത്തിൽ എല്ലാ വൃക്ഷങ്ങളും വളർന്നു വരുമ്പോൾ അതിനകത്ത് ഒരുപാട് പക്ഷികൾക്ക് ചേക്കേറാൻ കഴിയും. അതെ. അതുകൊണ്ട് 10 ലക്ഷം രൂപ കിട്ടുന്ന ഒരു ആർട്ടിസ്റ്റ്, 1 കോടി വാങ്ങുന്ന ഒരു ആർട്ടിസ്റ്റ് ഈ പൈസയൊന്നും അവർ അലമാരിക്കകത്ത് വെക്കുകയല്ല. കേരളത്തിൻ്റെയോ രാജ്യങ്ങളുടെയോ പല ഭാഗങ്ങളിൽ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ പോലും അറിയാത്ത ഒരുപാട് പേര് ഭക്ഷണം കഴിക്കുന്നുണ്ട്, കുടുംബങ്ങൾ നടക്കുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും വളർന്നു വരട്ടെ എന്ന് തന്നെയാണ് എൻ്റെ കാഴ്ചപ്പാട്. ഓക്കെ സാർ, ഇപ്പം നമുക്കറിയാം ബാലചന്ദ്രൻ ചുള്ളിക്കാട് സാറിൻ്റെ കൂടെയൊക്കെ സാർ അഭിനയിച്ചിട്ടുണ്ട്. ഒരു സാഹിത്യകാരൻ കൂടിയാണ് സാർ. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ചൊന്ന് പറയാം. തീർച്ചയായിട്ടും അദ്ദേഹത്തെക്കുറിച്ച് ഞാനും അദ്ദേഹമായിട്ട് ഒരുപാട് അഭിനയിച്ചിട്ടുണ്ട്. ആ സീതയിലാണ് അഭിനയിച്ചത്. അദ്ദേഹം ഇങ്ങനെ ലൊക്കേഷനിൽ അങ്ങനെ അധികം സംസാരിക്കാറില്ല. അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ ആകുമ്പോൾ സാർ സെറ്റ് റെഡി എന്ന് പറഞ്ഞാൽ അദ്ദേഹം വരുന്നു, ഫേസ് ടു ഫേസ് ഒരുപാട് സമയങ്ങളിൽ ഞങ്ങൾ ഒരുപാട് എപ്പിസോഡ് ചെയ്തതാണ്. അദ്ദേഹം അത് കഴിഞ്ഞിട്ട് വായിക്കുന്നത് കാണാം. അദ്ദേഹം എൻ്റെ കാഴ്ചപ്പാടിൽ അദ്ദേഹം കിട്ടുന്ന സമയമൊന്നും ആരോടും ചെറുപറ വർത്താനം പറഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല. ഇനി അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ അങ്ങനെയാണോ എന്ന് എനിക്കറിയാം. എൻ്റെ മുൻപിൽ ഇത്രയും എപ്പിസോഡ് ചെയ്തിട്ടും അദ്ദേഹം പോയിരുന്ന് ഇങ്ങനെ വായിച്ചുകൊണ്ടേയിരിക്കും. ശരിക്കും പറഞ്ഞാൽ അത് നമുക്ക് മാതൃകയാണെന്നാണ് ഞാൻ പറയുന്നത്. കാരണം അവിടുത്തെ കാര്യവും ഒക്കെ പറയാതെ ലൊക്കേഷനിൽ അതിനുള്ള സൗകര്യങ്ങളുണ്ട്. ആ കുട്ടി അങ്ങനെയാണ്, ഈ കുട്ടി ഇങ്ങനെ, ഇതൊക്കെ പറയുന്ന ആൾക്കാരുമുണ്ട്. പിന്നെ വൈകുന്നേരം എങ്ങനെ അല്പം മദ്യം വാങ്ങിക്കാമെന്ന് പറയുന്ന വേറൊരു കുറവുണ്ട്. അപ്പോൾ അതൊന്നുമില്ലാതെ അദ്ദേഹം വായനയിലായിരിക്കും. അദ്ദേഹത്തെക്കുറിച്ച് പറയാനുള്ളതാണ്, പുള്ളിയുടെ ഒരു കടൽ പോലെയാണ്. അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൻ്റെ ആഴം നമുക്ക് അളന്നെടുക്കാനാവില്ല, അത്രയ്ക്ക് ഡെപ്ത് ഉണ്ട്. അതെ, ഇപ്പൊ പറയുകയാണെങ്കിൽ ഫ്ലവേഴ്സിലെ ഒരു പ്രിയ പ്രേക്ഷക പരമ്പര എന്ന് തന്നെ നമുക്ക് പറയാം. അതുപോലെ തന്നെ നമ്മുടെ കുട്ടികളും അതുപോലെ മുതിർന്നവരും എല്ലാവരും ഒരു എന്താ പറയുന്നത്, ഇതിലെ ഈ സീത എന്ന ക്യാരക്ടേഴ്സിലെ നമ്മുടെ സീതയും അതുപോലെ തന്നെ ഷാനവാസിനെയും നമ്മുടെ സ്വാസികേനെയും ഷാനവാസിനെയും നെഞ്ചോട് ചേർത്ത ഒരു സമയമുണ്ട്, അവരുടെ റോൾ മോഡൽ ആക്കിയ ഒരു സമയമുണ്ട്. അപ്പൊ ആ ഒരു ക്രൂവിനെ കുറിച്ചൊന്ന് പറയാമോ? ഞങ്ങളുടെ ഈ സീതയിലെ കുറിച്ചാണ്. ഷാനവാസ് ഞാനുമായിട്ട് ഒരുപാട് എപ്പിസോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഷാനവാസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ തമാശയുള്ള, ഒരു ഗാംഭീര്യമുള്ള, പൗരുഷമുള്ള നല്ലൊരു കലാകാരനാണ് എന്നാണ് പറയാനുള്ളത്. പിന്നെ സീതയിൽ എല്ലാവരും തന്നെ ഡയറക്ടർ ഗിരീഷ് കോന്നിയൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളെ അങ്ങോട്ട് അകമഴിഞ്ഞ് സ്നേഹിക്കുക, അല്ലാതെ എന്താ കാണിച്ച് അങ്ങനെയാണോ അങ്ങനെയൊന്നും അല്ല. അവരൊക്കെ മറ്റുള്ളവർ വളർന്നു വരാൻ വേണ്ടിയിട്ടുള്ള ഒരു മനസ്സുള്ളവർ, ഒരു ഫാമിലിയിലെ മെമ്പറെ പോലെ. അത് ഈ സീരിയൽ കുടുംബം എന്നാണ് നമ്മൾ പറയുന്നത്. കാരണം എന്നാ വെച്ചാൽ നമ്മൾ പോരാൻ നേരവും പിന്നെ ചെല്ലുമ്പോഴും നമ്മുടെ വീട്ടിലോട്ട് ചെല്ലുന്ന പോലെയാണ്. ഇനിയിപ്പോൾ നമ്മൾ സീരിയൽ വിട്ടിട്ട് സിനിമയിലേക്ക് വരികയാണെങ്കിൽ, ഒരു ബിഗ് സ്ക്രീനിലേക്ക് വരികയാണെങ്കിൽ, നമുക്കറിയാം നമ്മുടെ CID മൂസ പോലുള്ള ഒട്ടനവധി പ്രേക്ഷക പ്രീതി നേടിയ ഒത്തിരി സിനിമകൾ നമുക്ക് വേണ്ടി കാഴ്ചവെച്ചിട്ടുള്ള ആളാണ് നമ്മുടെ ജോണി ആന്റണി സാറ്. സാറിന്റെ കൂടെ അഭിനയിക്കാനുള്ള ഒരു ഭാഗ്യം സാറിന് ലഭിച്ചിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തെ കുറിച്ച് ഒന്ന് പറയാമോ? ജോണി ആന്റണി എന്ന് പറയുന്നത് എൻ്റെ ഒരു സഹോദരനാണ്, ആണല്ലേ? അങ്ങനെ പറയാം. എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ആത്മബന്ധമുണ്ട്. ഞാനും അദ്ദേഹമായിട്ട് എന്ന് പറഞ്ഞാൽ 22 വർഷത്തിനടുത്ത് ഞങ്ങൾ തമ്മിൽ ബന്ധമുണ്ട്. അപ്പോൾ ഫസ്റ്റ് ജോണി ആന്റണി ഞാനും കൂടി കാണുന്ന സമയത്ത് CID മൂസ എന്ന് പറഞ്ഞൊരു പടം തുടങ്ങുന്നതിന് മുമ്പാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത്. അപ്പം ജോണി ഞാനൊക്കെ അങ്ങനെ ആത്മബന്ധത്തിൽ കഴിയുന്നവരാണ്. അതിനുശേഷം ജോണി അഭിനയത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ വളരെ പ്രിയപ്പെട്ട ഒരു സുഹൃത്താണ് സജീർ എന്ന് പറഞ്ഞിട്ട് ഡയറക്ടറാണ്, സജീർ സദാഫ് എന്ന് പറഞ്ഞിട്ട്. പുള്ളി കോശിച്ചായൻ്റെ പറമ്പ്, പട്ടാപ്പകൽ എന്ന സിനിമകളൊക്കെ ചെയ്ത. സിനിമയിൽ ഞാൻ വലിയ മികച്ച കഥാപാത്രങ്ങളൊന്നും ചെയ്തിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അതിനു പറ്റിയ അവസരം എനിക്ക് ആയിട്ടില്ലായിരിക്കും എന്ന് വിശ്വസിക്കുന്ന ആളാണ്. ഇപ്പം ഞാനൊരു സിനിമ ചെയ്യുന്നുണ്ട്, പേര് വെളിപ്പെടുത്താതെ അനൗൺസ് ചെയ്തിട്ട് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ്. എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു ഡയറക്ടർ വഴിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ജോണി ആന്റണിയുടെ കൂടെ അഭിനയിച്ചെന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് സത്യത്തിൽ ഞാൻ മേക്കപ്പ് ഇട്ട് ഇങ്ങനെ പോലീസ് ഓഫീസറായിട്ട് ചെല്ലുന്ന സമയത്ത് ജോണി കടന്നു വരുമോ ഉടനെ ഗോപാൽജി എന്ന് പറഞ്ഞു. ഞാൻ പുള്ളിയോട് പറഞ്ഞില്ല. കാരണം എന്തെന്ന് വെച്ചാൽ ചുമ്മാ അങ്ങനെ കിടന്നോട്ടെ. ഒത്തിരി മുഴുനീള സംഭവമൊന്നും ആയിരുന്നില്ലെങ്കിൽ പോലും ജോണി അന്തം വിട്ടുപോയി, ഞാൻ ഈ വേഷത്തിൽ കാണുക എന്ന് പറയും. പിന്നെ ഞങ്ങൾ എപ്പോഴും വിളിക്കാറുണ്ട്, എൻ്റെ പല ആവശ്യങ്ങളിലും അദ്ദേഹം എന്നെ സഹായിച്ചിട്ടുണ്ട്. അങ്ങനെ എൻ്റെ ഒരു വീട്ടിലെ ഒരാളാണ് ജോണി. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞാനും പോകുമായിരുന്നു. അപ്പം ദൈവം അദ്ദേഹത്തിനെ അനുഗ്രഹിച്ചു എന്നാണ് ഞാൻ പറയുന്നത്. ദൈവം അനുഗ്രഹിച്ചു, നന്നായി, നമുക്ക് അതിനകത്ത് സന്തോഷമാണ്. അപ്പം ഇനിയും എല്ലാവരും അങ്ങനെ തന്നെ ആവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. ഓക്കെ സാർ, ഇപ്പം നമുക്ക് സിനിമയെ കുറിച്ച് സീരിയലിനെ കുറിച്ചും പറയാം. സീരിയൽ എന്ന് പറയുന്നത് ഒരു ക്യാരക്ടർ ചെയ്യുകയാണെങ്കിൽ ആ ഒരു എപ്പിസോഡ് അങ്ങോളം പോകുന്നവരെ, ഒരു എപ്പിസോഡ് 500 ദിവസം ഉണ്ടെങ്കിൽ ആ എപ്പിസോഡ് അങ്ങോട്ട് നമ്മൾ ആ ക്യാരക്ടർ വെച്ച് തന്നെ ചെയ്യണം. ഇപ്പൊ സിനിമ എന്ന് പറയുന്നത് അത്രയില്ല. ഇപ്പോൾ 2 മണിക്കൂർ ചെയ്യുന്ന 2-2.5 മണിക്കൂറായിരിക്കും ഒരു സിനിമ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ ഒരു ക്യാരക്ടർ വൈസ് സാറിന് എന്താണ് തോന്നുന്നത്? അതായത് സീരിയൽ അഭിനയിക്കുകയാണോ എളുപ്പം, അതോ സിനിമയിൽ അഭിനയിക്കുന്നതാണോ എളുപ്പം? അതിനകത്ത് അങ്ങനെ എടുത്തു പറയത്തക്ക കാര്യങ്ങൾ കാണുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളിപ്പോൾ സപ്പോസ് ഒരു സീരിയലിനകത്ത് അഭിനയിക്കാൻ പോകുന്നു,
അപ്പോൾ നമ്മളോട് പറയും ഇന്ന ക്യാരക്ടറാണ് ചെയ്യുന്നതെന്ന് പറയും. പിന്നെ സീരിയൽ എന്ന് പറഞ്ഞാൽ അന്ന് നടന്ന ഒരു സംഭവം പോലും ആ കഥയിൽ എഴുതി ചേർക്കാറുണ്ട്. പത്രത്തിൽ വരുന്ന ഒരു സാധനം പോലും അതിനകത്ത് കയറ്റി ഇറക്കിയാൽ പോകുന്നത്. സിനിമയെന്ന് പറഞ്ഞാൽ നേരത്തെ തന്നെ ഫ്രെയിം ചെയ്ത് വെച്ച ഒരു സിനോപ്സിസിനകത്ത് നിന്ന് ഈ കഥ ഇങ്ങനെ വികസിച്ച് 2 മണിക്കൂറോ 2 മണിക്കൂർ 10 മിനിറ്റ് കൊണ്ടോ തീരുകയാണ്. അപ്പം സിനിമയെ ഒരു ജോലിയായിട്ട് എടുക്കുന്ന വ്യക്തിക്ക് അത് വരുമാനവുമാണ്, നമ്മുടെ ഒരു പാഷനുമാണ്. അപ്പം അതിനകത്ത് ആ കഥാപാത്രത്തോട് നീതി പുലർത്താൻ പറ്റുന്ന സിറ്റുവേഷൻസ് അറിയാതെ മനസ്സിൽ തന്നെ രൂപപ്പെടാറുണ്ട്. ഒരിക്കൽ ഞാൻ മായാമോഹിനി എന്ന് പറയുന്ന ദിലീപ് എനിക്ക് വളരെ വേണ്ടപ്പെട്ട എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. അപ്പം ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഷൂട്ട് നടക്കുന്നത്. അപ്പം ഞാൻ ദിലീപിനെ തപ്പി നടന്നിട്ട് കാണുന്നില്ല. അപ്പം ഞാൻ നോക്കുമ്പോൾ കുറേ സ്ത്രീകളുടെ ഇടയിൽ ഇങ്ങനെ എന്നോട് ആർട്ടിസ്റ്റ് മേക്കപ്പ് മാൻ പറഞ്ഞു ആ മുറിയിലുണ്ടല്ലോ എന്ന് പറഞ്ഞു. ഞാൻ ആദ്യം ഒന്ന് പോയി നോക്കി, കണ്ടില്ല. പിന്നെയും പോയി നോക്കി, കണ്ടില്ല. അവിടെ ഇല്ലല്ലോ എന്ന് പറഞ്ഞു. അവിടെ ഉണ്ടെന്നീന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവിടെ ചെല്ലുമ്പോൾ എന്നാ വെച്ചിട്ടുണ്ടെങ്കിൽ സ്ത്രീകൾ ഇടുന്ന പോലെ അര ബ്ലൗസും ഒക്കെ ഇട്ട് മുടിയൊക്കെ ഇട്ട് ദിലീപ് ജി അങ്ങോട്ട് നോക്കിയിരിക്കുന്നുണ്ട്. ഞാൻ ഇവിടെ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ ദിലീപിൻ്റെ ആ ഒരു ക്യാരക്ടർ ഉള്ളിൽ കയറി കഴിഞ്ഞാലുണ്ടല്ലോ, ആ മനുഷ്യൻ ഇതിലേക്കൊരു ഭാവപ്പകർച്ച, ഒരു വേഷപ്പകർച്ച, അങ്ങനെ ഉള്ളിൽ നിന്ന് ആ സംഭവം ഇറങ്ങിപ്പോകത്തില്ല. ദിലീപിൻ്റെ ഒരുപാട് ലൊക്കേഷനിൽ ഞാൻ പോയിട്ടുണ്ട്. ഒരുപാട് എന്ന് പറഞ്ഞാൽ മിക്കവാറും ഞങ്ങൾ ഒന്നിച്ചുണ്ടാവുമായിരുന്നു. അപ്പോൾ താങ്കളുടെ ചോദ്യത്തിൻ്റെ മറുപടി, ആ കഥാപാത്രത്തിനെ ഉൾക്കൊണ്ട് കഴിയുമ്പോൾ അതങ്ങ് തീരും. പിന്നെ അതിലോട്ട് കയറുക ചെയ്യുന്നത്. സിനിമയിൽ എനിക്ക് അങ്ങനെ ഒരു അവസരം അത്രയും മുഴുനീളമായിട്ട് എനിക്ക് ലഭിച്ചിട്ടില്ല. പക്ഷേ ഷാജി കൈലാസ് സാറാണെങ്കിലും അല്ലെങ്കിൽ ജോണി ആൻ്റണി ആണെങ്കിലും ലാൽ ജോസ് സാറാണെങ്കിലും എല്ലാവരുമായിട്ട് നല്ല സൗഹൃദത്തിലാണ് ഞാൻ ഇപ്പോൾ വരെ പോകുന്നത്. അപ്പോൾ എൻ്റെ ആ സമയം വരുമ്പോൾ വിശാലമായ ഒരു സ്ക്രീനിലേക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇപ്പോൾ ദിലീപേട്ടനെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മുടെ എല്ലാവരുടെയും എൻ്റെ പറയുകയാണെങ്കിൽ എൻ്റെ ഫേവറേറ്റ് ആക്ടറാണ് ദിലീപേട്ടൻ എന്ന് പറയുന്നത്. ദിലീപേട്ടൻ്റെ പാണ്ടിപ്പട പോലത്തെ സിനിമയൊക്കെ എൻ്റെ ഫേവറേറ്റ് സിനിമകളാണ്. അപ്പോൾ അദ്ദേഹവുമായിട്ട് ഒരു ഗാഢബന്ധത്തിലാണ് സാറുള്ളത്. അതായത് ആ ഒരു കോണ്ടാക്ട് എങ്ങനെ കിട്ടിയത്? അത് നല്ലൊരു ചോദ്യമാണ്. ശരിക്കും ഞാൻ ജോണിയാണല്ലോ ആദ്യം പരിചയപ്പെടുന്നത്. അപ്പോൾ ജോണി ആൻ്റണിയുടെ ഏറ്റവും അടുത്ത ആളാണ് ദിലീപ്. ദിലീപിനെ എനിക്ക് ജോണി ആൻ്റണിയാണ് പരിചയപ്പെടുത്തുന്നത്. പിന്നെ ഞാൻ ആദ്യം തുടക്കത്തിൽ താങ്കളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരമായിട്ട് പറഞ്ഞിരുന്നു, ഞാൻ ഒരു ബന്ധങ്ങളും മുറിച്ച് കളയാറില്ല. ഇന്നും എനിക്ക് ഏത് സമയത്തും വിളിക്കാവുന്ന ഒരു വ്യക്തിത്വമാണ് ദിലീപ്. അത് ജോണി ആൻ്റണി എനിക്ക് ഉണ്ടാക്കി തന്നൊരു ബന്ധമായിരുന്നു. അപ്പം ഞാനും ജോണി ഞങ്ങളെല്ലാവരും അങ്ങനെ തന്നെ ഇപ്പോഴും പോകുന്നത്. അതെ. ഓക്കെ സാർ, ഇപ്പോൾ പറയുകയാണെങ്കിൽ കടുവ എന്ന് പറഞ്ഞ സിനിമയിലെ സാർ ഒരു വേഷം ചെയ്തിട്ടുണ്ട്. അപ്പോൾ കടുവ എന്ന് പറയുന്നത് വലിയൊരു ക്രൂവിൻ്റെ ഒരു വർക്ക് തന്നെയാണ്. അപ്പോൾ ആ ഒരു സിനിമയെ കുറിച്ച് ഒന്ന് പറയാമോ? ഈ ഷാജി കൈലാസ് സാറാണല്ലോ കടുവ ചെയ്തത്. അപ്പോൾ അതിനകത്ത് ആ ക്രൂ എന്ന് പറഞ്ഞാൽ ഈ സിനിമയ്ക്ക് വേറൊരു കുഴപ്പമാണ്. ഞാൻ എൻ്റെ ഭാഷ കുഴപ്പമെന്ന് പറഞ്ഞാണ്, സിനിമയിൽ ഈ താരനിരകൾ, പിന്നെ അതിന് താഴത്തേക്ക് നമ്മൾ അറിയാത്തൊരു മായാ മതിലുണ്ട് സിനിമയിലെ. ഒരു കാര്യം ഞാൻ പറഞ്ഞു, അപ്പം വലിയ ആർട്ടിസ്റ്റുകൾ അവരുടെ ഒരു റേഞ്ച് പണ്ടവരെങ്ങനെയായിരുന്നു എന്നുള്ളത് ഇപ്പോൾ മറന്നു പോകുന്നുണ്ടാവും. അപ്പം നമുക്കൊക്കെ ചിലരോട് സംസാരിക്കാൻ പോലും പറ്റാത്ത വിധമുള്ള ഒരു മായാമതിലിനകത്താണ് മനുഷ്യൻ നിൽക്കുന്നത്. സത്യത്തിൽ എന്നെ സംബന്ധിച്ചുള്ള ചിന്തയിൽ മൂക്കിലെ ശ്വാസം പോയാൽ മനുഷ്യൻ മൃതമാണെന്ന്, നിൽക്കുന്ന മനുഷ്യൻ വീഴാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിനെന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പോൾ എത്ര പ്രഗത്ഭനാണെങ്കിലും എത്ര വലിയവരാണെങ്കിലും ശരിക്കും ഇത് ഇങ്ങോട്ട് പോയിട്ട് അങ്ങോട്ട് പോയില്ലെങ്കിൽ തീർന്നു. അപ്പോൾ ശരിക്കും അങ്ങനെ ഒരു തൊഴിൽ സംബന്ധമായിട്ട് എല്ലാവരും വലിയവർ തന്നെയാണെങ്കിലും എല്ലാവരെയും ഒന്നായി കാണുന്ന, ഞാനെന്നൊരു ഭാവം വെടിയുന്ന ഒരു വലിയ ജനക്കൂട്ടത്തെ നമുക്കിവിടെ സൃഷ്ടിച്ചെടുക്കുന്നതായിരിക്കും നല്ലതെന്ന് ഞാൻ ഈ ഇന്റർവ്യൂവിൽ തന്നെ അങ്ങ് പറഞ്ഞതൊരു സന്ദേശമാണ്. അതെ, ഓക്കെ സാർ. ഇപ്പോൾ നമുക്കറിയാം സാറ് പലതരത്തിലുള്ള വോയിസ് എടുക്കും എന്നുള്ളത്. അപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാമോ? ഞാൻ എൻ്റെ ജീവിതത്തിലെ 2 അനുഭവങ്ങൾ പറയാം. അത് വോയിസ് എടുക്കലല്ല, അന്ന് സംഭവിച്ച കാര്യങ്ങൾ തന്നെയാണ്. എൻ്റെ അച്ഛന് പെരുമ്പാവൂർ റയോൺസിൽ ജോലിയായിരുന്നു. അച്ഛൻ അവിടെ ഒരു ആക്സിഡൻറ്റിൽ മരിച്ചിട്ട് അനേക വർഷമായി. അപ്പോൾ അമ്മയും ഞങ്ങൾ മക്കളുമായിട്ട് അമ്മ അവിടുന്ന് എൻ്റെ ഗ്രാമത്തിലേക്ക് തിരിച്ചു വരികയാണ്. തിരിച്ചു വരുന്ന സമയത്ത് സാമ്പത്തികമായിട്ട് ഒന്നും ഇല്ലാത്തൊരു കാലഘട്ടമാണല്ലോ. ഇന്നൊക്കെ എന്ന് പറഞ്ഞാൽ എന്ത് തിന്നേണ്ടു എന്നറിയാതെ മനുഷ്യൻ വിഷമിക്കുകയാണ്. അന്ന് എന്ത് തിന്നുമെന്നുള്ളൊരു വിഷമം ഉണ്ടായിരുന്നു. മനസ്സിലാവുന്നോ? ഇപ്പോൾ മോൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ മോളൊക്കെ ഈ കാലഘട്ടത്തിൽ ജനിച്ചതുകൊണ്ട് വിശപ്പ് അങ്ങനെ അറിഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷെ ഞാനൊക്കെ ശരിക്കും വിശന്നിട്ടുണ്ട്, ഭയങ്കരമായിട്ട് കരഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എൻ്റെ അമ്മ മക്കളെയും കൊണ്ട് ഞങ്ങളുടെ ഗ്രാമത്തിൽ വന്നിട്ട്, ഏറ്റവും പ്രശസ്തരായ ആൾക്കാരാണ് അവിടെ ഉള്ളവർ, പണക്കാരാണ്, വലിയ കുടുംബക്കാരാണ് ഞങ്ങൾ. അവിടെ വന്നിട്ട് അമ്മ ചെന്നപ്പോഴേ തന്നെ ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട കുടുംബത്തിലെ ഞങ്ങളുടെ തലമൂത്ത കാരണവർ എൻ്റെ അമ്മയെ കാണുകയാണ്. അപ്പം അദ്ദേഹം പറഞ്ഞിങ്ങനെയാണ്, അമ്മക്കുട്ടി കാര്യമൊക്കെ അറിഞ്ഞു നീ, കരുണാകരൻ നായർ മരിച്ചു അല്ലേ?
അരിയും നെല്ലും പൈസ ഒഴിച്ച് എന്ത് വേണം ചോദിച്ചോ, വേറൊന്നും ഇവിടെ ഇല്ല എന്ന് പറയും. ഒരു വിധവയോട്, കൈക്കുഞ്ഞുങ്ങളുമായി വന്നിരിക്കുന്ന വിധവയോട് അരിയും നെല്ലും പൈസയും ഒഴിച്ച് ചോദിക്കാൻ പറഞ്ഞാൽ അത് പച്ചവെള്ളം മാത്രമല്ലേ? അത്രയ്ക്ക് ബുദ്ധിമുട്ട് അനുഭവിച്ച ഒരു വ്യക്തിയായിരുന്നു ഞാൻ. അപ്പോൾ നമ്പർ 1 ശബ്ദാനുകരണത്തിൽ ഞാൻ അങ്ങേരെ ഒന്ന് അനുകരിക്കാൻ ശ്രമിച്ചതാണ്. രണ്ടാമത് ഞാനൊരു കഥ എഴുതിയിരുന്നു. ആ കഥയ്ക്കകത്തൊരു കഥാപാത്രമുണ്ട്, മാത്തച്ഛൻ മുതലാളി എന്ന് പറഞ്ഞൊരു ക്യാരക്ടറുണ്ട്. അത് 9 ശബ്ദത്തിൽ അതിനകത്ത് ഞാൻ സംസാരിക്കുന്നു. അപ്പം അതിനകത്ത് 2 ശബ്ദങ്ങളും കൂടി എടുക്കാം. ഒന്നെന്നാന്ന് വെച്ചാൽ ഒരു ക്രിസ്ത്യൻ സംഭവമായിരുന്നു. അപ്പം മാത്തച്ഛൻ മുതലാളി ഈ ഗ്രാമത്തിലൊരു മരണം ഉണ്ടായപ്പം പുള്ളി കാറിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് വേദപുസ്തകം എടുത്ത് അതിന് ഉയർത്തിപ്പിടിച്ച് ഇറങ്ങി വരികയാണ് കാറിനകത്ത് നിന്ന്. ഉടനെ പുള്ളി പറയുന്നത് ഇങ്ങനെയാണ്: സത്യവേദ പുസ്തകം കൈ കൊണ്ട് നടന്നിട്ടും അത് തുറന്നു നോക്കാതെ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞ് നടക്കുന്നില്ല, ക്രിസ്തു എന്ന് പറഞ്ഞൊന്നും അന്വേഷിക്കുന്നില്ല എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ. അത് കഴിയുമ്പോൾ മാത്തച്ഛൻ മുതലാളി വീട്ടിൽ റൂമിലേക്ക് കയറി കഴിയുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഫോൺ അടിക്കുന്നത് കേട്ടിട്ട്, ആരാ വിളിച്ചത്? എൻ്റെ മൂത്ത മകൻ പ്രിൻസാ. ഞാൻ എൻ്റെ മാത്തുക്കുട്ടിയാണോ എന്നറിയാൻ ചോദിച്ചതാ. എൻ്റെ കുഞ്ഞ് പോയിട്ട് വർഷം 4 കഴിഞ്ഞു. അന്ന് മുതൽ ഞാൻ മുട്ടയിൽ നിന്ന് പ്രാർത്ഥിക്കുക എന്ന് പറയുന്ന ഒരു കഥാപാത്രം. പിന്നെ മറ്റൊരിടത്ത് ആ ഗ്രാമവാസിയായ ഒരാൾ, മലയാളി ഇല്ലായിരുന്നെങ്കിൽ ഈ സാറേയും കുഞ്ഞും മണ്ണിനടിയിലായി പോയേനെ എന്ന് പറയുന്ന, ഇങ്ങനെ ആ ഒരു കഥ 9 കഥാപാത്രങ്ങളെ വെച്ചിട്ട് ഞാൻ ഒറ്റയ്ക്ക് സ്റ്റേജിൽ ചെയ്യുമായിരുന്നു. അതൊന്ന്. രണ്ടാമത് ചോദിക്കാത്ത ചോദ്യത്തിൻ്റെ ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ. ഞാൻ കവിത എഴുതുമെന്ന് പറഞ്ഞായിരുന്നു. കവിത എഴുതുമെന്ന് പറഞ്ഞപ്പോൾ കവിത നടക്കുന്ന കാര്യങ്ങൾ മാത്രമേ എഴുതാറുള്ളൂ. അങ്ങനെയാണ്. വലിയ കവിയാണെന്നൊന്നും ഞാൻ പറയുന്നില്ലെങ്കിലും എൻ്റെ ഉള്ളിൽ തോന്നിയ കാര്യങ്ങൾ ഞാൻ കവിതയാക്കി പാടുകയാണ്. അപ്പോൾ ഈ അമ്മ ഞങ്ങളെയും കൊണ്ട് ഗ്രാമത്തിൽ വന്നെന്ന് പറഞ്ഞു ഞാൻ. അതിനുശേഷം അരിയും നെല്ലും പൈസ ഒഴിച്ച് എന്ത് വേണം ചോദിച്ചോളാനും പറഞ്ഞു. അപ്പം അമ്മ എന്നോട് എപ്പോഴും പറയുമായിരുന്നു, നിന്നെയൊക്കെ വളർത്താൻ എന്ത് പാടാ ഞാൻ പെട്ടേന്ന് അറിയോ, ഇപ്പം നമുക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അന്നത്തെ ആ ബുദ്ധിമുട്ട് അമ്മേനോട് പങ്കുവയ്ക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ഒരു കവിത കുറിച്ചു. കവിത ഇങ്ങനെയാണ്. ഈ അമ്മ എൻ ഓർമ്മയിൽ നിന്നാണ് കവിതയുടെ ടൈറ്റിൽ. അമ്മ എൻ ഓർമ്മ. അമ്മ മരിച്ചിട്ട് 14 വർഷമായി ഇപ്പോഴും. അപ്പോൾ ഞാൻ ആ കവിത ഒന്ന് പാടാൻ അറിയില്ല, മനസ്സിൽ തോന്നിയത് പറയാം. പിച്ച വെച്ചു നടന്നൊരാ നാളിലൻ കൊച്ചു കാതിലൻ അമ്മയുര ചെയ്തു, അച്ഛനില്ലിനി പൊന്നേ നമുക്ക് പിച്ച തെണ്ടാതെ ജീവിപ്പാനാകുമോ. പട്ടിണിപ്പാട്ടു പള്ളയിൽ താളമായി 10 കാശിനു മാർഗമില്ലാതെയായി മുത്തമേകിയൻ നമ്മതൻ തോളേറി ഉറ്റവർ തൻ ഭവനങ്ങൾ പൂകവേ. കണ്ട ഭാവം നടിക്കാതെ വാതിലിൻ 2 പാളിയും കൊട്ടിയടച്ചവർ. കണ്ട ഭാവം നടിക്കാതെ വാതിലിൻ 2 പാളിയും കൊട്ടിയടച്ചവർ. കണ്ടു ഞാൻ എൻ്റെ അമ്മതൻ കണ്ണിൽ നിറ്റിറ്റു വീഴുന്ന കണ്ണുനീർത്തുള്ളികൾ. കണ്ടു ഞാൻ എൻ്റെ അമ്മതൻ കണ്ണിൽ ഇറ്റിറ്റു വീഴുന്ന കണ്ണുനീർത്തുള്ളികൾ.